ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ നാളെ പ്രഖ്യാപിക്കും. വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ ദേശീയ അധ്യക്ഷനാകും. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഒരു കേട്ടുകേൾവില്ലാത്ത രീതിയിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിതിൻ നബീൻ ആയിരിക്കും പുതിയ അധ്യക്ഷൻ എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതല്ലാത്ത മറ്റൊരു സാധ്യതയും ഇല്ലല്ലോ. തീർച്ചയായും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ദിൽന. കാരണം ബിജെപിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വർക്കിംഗ് പ്രസിഡന്റ് വീണ്ടും ദേശീയ പ്രസിഡന്റായി മാറുന്നു. ആ ഒരു രൂപമാണ്. അതിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. 2 മണിക്ക് ആരംഭിച്ചു. ദേശീയ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ വന്ന് അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന കത്ത് നൽകി മടങ്ങി പോവുകയാണ് ബിജെപിയുടെ ദേശീയ ആസ്ഥാനത്ത്. 4 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ചടങ്ങുകൾ. മറ്റാരും തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധ്യതയില്ല. നിതിൻ നബീൻ തന്നെ ദേശീയ അധ്യക്ഷനാകുമെന്നാണ് എല്ലാ ദേശീയ നേതാക്കളും ഒരേ സ്വരത്തിൽ നമ്മളോട് പറയുന്നതും. ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറച്ചു മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള ദേശീയ നേതാക്കൾ, നിലവിലെ പ്രസിഡന്റായിട്ടുള്ള JP നദ്ദ അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി നിതിൻ നബീന് ആശംസയും അഭിവാദ്യം അർപ്പിച്ച് മടങ്ങി പോവുകയുണ്ടായി. വൈകിട്ട് 4 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞാൽ സ്ക്രൂട്ടണിയാണ് വൈകിട്ട് 6 മണി വരെ. അത് കഴിഞ്ഞാൽ പിൻവലിക്കാനുള്ള സമയം. വൈകിട്ട് 6:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാക്കൾ, ബിജെപിയുടെ ദേശീയ നേതാക്കൾ വൈകിട്ട് 6:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നാളെയാണ് പ്രസിഡന്റിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. നാളെ നിതിൻ നബീൻ തന്നെ ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായ നിതിൻ നബീൻ തന്നെ ചുമതല ഏൽക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദേശീയ നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത് നിതിൻ നബീൻ തന്നെ ദേശീയ അധ്യക്ഷനാകും. അദ്ദേഹത്തിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകി കഴിഞ്ഞു. അത് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന പ്രസിഡന്റുമാരും ബിജെപിക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ഇവിടെയുണ്ട്. ദേശീയ നേതാക്കൾക്കൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കളും ഇവിടെയുണ്ട്. എല്ലാവരും ചേർന്നുള്ള ഒരു പിന്തുണ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കത്തുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ നിന്നുള്ള യുവ നേതാവാണ് നിതിൻ നബീൻ. ബിജെപിയുടെ ചരിത്രത്തിലെ വലിയ തലമുറ മാറ്റത്തിനാണ് ഇന്നിപ്പോൾ ഇവിടം സാക്ഷ്യം വഹിക്കുന്നത്. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ 46-കാരനായ നിതിൻ നബീൻ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായി മാറും. അത് മറ്റൊരു തലമുറ മാറ്റമെന്ന് നേതാക്കൾ പറയുന്നു. ഇന്ന് മുൻ അധ്യക്ഷനായിട്ടുള്ള നിതിൻ ഗഡ്കരി ഇന്ന് രാവിലെ നാഗ്പൂരിൽ പറഞ്ഞത് തലമുറ മാറ്റം ബിജെപിക്ക് അനിവാര്യമാണ്. പുതിയ തലമുറ വരുമ്പോൾ സ്വാഭാവികമായും വലിയ മാറ്റങ്ങൾക്ക് ബിജെപി സാക്ഷ്യം വഹിക്കും. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന നയങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറയുമായി വരുന്ന ബിജെപിയുടെ ദേശീയ അധ്യക്ഷനും അതിനെ തുടർന്ന് വരുന്ന കമ്മിറ്റികൾക്കും കഴിയുമെന്ന് മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നിതിൻ ഗഡ്കരി പറഞ്ഞു. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷൻ. അങ്ങനെ തുടർന്ന് വന്നവരെല്ലാം പിന്നീട് കഴിഞ്ഞ തവണയാണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള പോസ്റ്റ് കൊണ്ടുവരുന്നത്. അതിനുശേഷം ആ വർക്കിംഗ് പ്രസിഡന്റ് JP നദ്ദ പ്രസിഡന്റായി മാറുന്നു. ഇപ്പോൾ ഇതാ നിതിൻ നബീൻ കൂടി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും വർക്കിംഗ് പ്രസിഡന്റായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായ നിതിൻ നബീൻ നാളെ ചുമതലയേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദിൽന. ബിജെപിയുടെ ദേശീയ അധ്യക്ഷനെ നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.